ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുട്ട കൊണ്ടൊരു വിഭവമായാലോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ എണ്ണയും തേങ്ങയും ഒന്നും വേണ്ട, കുറഞ്ഞ കൂട്ടുകൾ കൊണ്ട് വേഗത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. കറിവേപ്പില മുട്ട ഫ്രൈ ഉണ്ടാക്കാനായി 1.5 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 10 ചുവന്ന മുളക്, ഒരു പിടി കറിവേപ്പില. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിക്കാൻ പാകത്തിന് വറുത്തെടുക്കണം. നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കി നന്നായിട്ട് പൊടിയുന്ന ആ ഒരു പരുവം വരെ നമ്മളിത് വറക്കണം. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. സവാള നന്നായിട്ട് മൂക്കുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇത്രയും വഴറ്റി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മുട്ട നമുക്കെടുക്കാം. പുഴുങ്ങി വെച്ച 5 മുട്ടയാണ്. അപ്പോൾ അത് മഞ്ഞ അങ്ങോട്ട് മാറ്റിയിട്ട് വെള്ള മാത്രം ഇതുപോലെ കട്ട് ചെയ്യണേ. മുട്ട മുഴുവനും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മുട്ട മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയിലിട്ട് ഇടുമ്പോൾ നമ്മൾ മഞ്ഞയും ചേർത്താണ് ഇടുന്നത്. മഞ്ഞ നമ്മൾ കട്ട് ചെയ്യേണ്ടതില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ നല്ലതുപോലെ ആകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മുട്ട പൊടിയാതെ ശ്രദ്ധിക്കണം. നമ്മുടെ കറിവേപ്പില മുട്ട ഫ്രൈ ഇവിടെ റെഡിയായേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. മുട്ട നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയും കൂടി തയ്യാറാക്കി നോക്കണേ. കറിവേപ്പിലയും മുട്ടയും മാത്രം മതി. നല്ല ആ കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം പാടെ ആകുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനും പറ്റും. നല്ല സ്വാദാണ്. അപ്പം ഇങ്ങനെയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.